ഓണം എന്ന് പറഞ്ഞാൽ ഒരു ഓളം എന്ന് പറയില്ലേ ആൾക്കാർക്ക്, അതുപോലെ രസകരമായിട്ടുള്ള ആൾക്കാർ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ എടുത്തൊരു എഫേർട്ട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ആൾക്കാർ എൻജോയ് ചെയ്യണമെന്ന് പറയുന്നതാണ് നമുക്ക് ഈ ഓണത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മുൻപത്തെ ഞങ്ങളുടെ സിനിമകൾ പോലെ കമ്പയർ ചെയ്യേണ്ട ഒരു സിനിമയല്ല. അപ്പോൾ ഓർഡിനറി വേറൊരു കഥയാണ്, റൊമാൻസ് വേറൊരു കഥയാണ്. ഇത് വേറൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ പറഞ്ഞു പോകുന്ന സാധനമാണ്. എന്നാൽ ഇതിൽ വളരെ രസകരമായിട്ടുള്ള വേറൊരു ലൈനിലാണ്. ഇതൊരു ഭയ്യ ഭയ്യ എന്നുള്ളൊരു ഭയങ്കരമായ ബോണ്ടുണ്ട്. മറ്റേൽ നമ്മൾ ഉടക്കാണ്, പല അവസ്ഥകളുണ്ട്. ഇതിൽ പാരയ്ക്ക് വരെ ഭയങ്കര സ്നേഹത്തോടെ ഇരുന്നിട്ടുള്ള കൂടെയുള്ള കളികൾ മറ്റുള്ളവർക്ക് പാരയാവുന്നതാണ് നമ്മുടെ സിറ്റുവേഷൻസ്. ആ രീതിയിൽ ഡിഫറെൻ്റ് ആണ് ഇത്. ഇതിൽ ഫണ്ണുണ്ട്, അത്യാവശ്യം സസ്പെൻസ് ഉണ്ട്, പ്രണയമുണ്ട്, ഫ്രണ്ട്ഷിപ്പുണ്ട്, ആക്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയ എല്ലാ തരത്തിലുള്ള ഒരു മിക്സ്, എല്ലാ ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫ്ലേവറുകളും ഇതിലുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അനുപാതത്തിൽ ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ തിരക്കഥാകൃത്തും നമുക്ക് ചേർത്ത് വെച്ച് തന്നു. അതിന് ആപ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളും ഇതിൽ അഭിനയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഓഡിയൻസിന്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ കാരണവും പോകെ പോകെ ഈ സിനിമയുടെ കളക്ഷൻ പോയിൻറ്റുകൾ കൂടുകയും കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ വരികയും സന്തോഷിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു വളരെ ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ തിയേറ്ററുകളിൽ നിന്നും ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂവിനും അഭിനയിച്ചവർക്കും എല്ലാവർക്കും കിട്ടുന്ന ഫീഡ്ബാക്സ് തെളിയിക്കുന്നത്. അങ്ങനെയാണ് പോസ്റ്ററിലെ സ്ഥലം കാണില്ല, അതുപോലെ പയ്യ പയ്യ എഴുതേണ്ടി ഒരു അത്രയും എല്ലാവരും ഫ്രണ്ട്സാണ് ഞങ്ങൾ തമ്മിൽ. അഭിനയിച്ചവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ എന്താണ് സുരാജുണ്ട്, സലീം കുമാറുണ്ട്, ഇന്നസെൻ്റ് ഏട്ടനുണ്ട്, കുട്ടേട്ടനുണ്ട്, ഷമ്മിച്ചേട്ടനുണ്ട്, ഗ്രിഗറി, ജയശങ്കർ, സുധീർ, പിന്നെ ഞങ്ങൾ രണ്ടുപേരും, പിന്നെ നായികമാർ രണ്ടുപേരും. അപ്പം അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഇതിലുണ്ട്. പിന്നെ ഇതിനോടൊപ്പം വർക്ക് ചെയ്ത ആൾക്കാർ, ഇപ്പം ജോണി ആണെങ്കിലും ബെന്നിച്ചേട്ടനാണെങ്കിലും പിന്നെ ക്യാമറാമാൻ വിനോദ് ഇല്ലംപള്ളി ആണെങ്കിലും എല്ലാവരുമായിട്ട് നമ്മൾ വളരെയധികം നല്ലൊരു സൗഹൃദം കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഷൂട്ടിങ്ങിൻ്റെ ദിവസങ്ങളിൽ ചിലപ്പം വളരെ ലേറ്റ് നൈറ്റ് ഷൂട്ടിങ്ങൾ പോകാറുണ്ട്. പക്ഷേ ആ സമയത്താണ് വേൾഡ് കപ്പ് നടക്കുന്നത്, ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് ഒരു 10 മണി കഴിയുമ്പോൾ തീർന്നിട്ട് നേരെ നമ്മൾ റൂമിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും എല്ലാവരും കൂടെ കൂടുകയാണ് ഏതെങ്കിലും ഒരാളുടെ റൂമിൽ ഫുട്ബോൾ കാണാനായിട്ട്. അത് വെളുപ്പിനെ വരെ പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്കിന് പോകുന്നു. പക്ഷെ ഒരിക്കലും ഒരു തരത്തിൽ നമ്മൾ ടയർഡാവുകയോ അല്ലെങ്കിൽ വേണ്ട ഇന്നത്തെ വയ്യ എന്ന് പറഞ്ഞൊരു മടുപ്പോ തളർച്ചയോ ഒന്നും ഇല്ലാതെ അതിൻ്റെ ഒരു ഫുൾ എനർജിയിലൂടെ തന്നെയാണ് ഇത് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ലാതെ നമ്മൾ വേൾഡ് കപ്പ് സമയത്ത് എല്ലാവരും പരസ്പരം കിടന്നുറങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, പക്ഷെ ആരും ഉറങ്ങില്ല. കിടന്നുറങ്ങും കാലത്ത് ഷോട്ടുള്ള കേട്ടോ. ചിലപ്പോൾ പറയും ജോണി ഇന്ന് ഷൂട്ടിംഗ് നേരത്തെ നിർത്തണം, കാരണം ഇന്ന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കളിയുള്ള. അപ്പോൾ ജോണി ചോദിക്കും ആരൊക്കെ തമ്മിലാ? കളി ആരാന്നറിയില്ല, പക്ഷെ ഭയങ്കര ക്രൂഷ്യൽ മാച്ച്. ഇങ്ങനൊരു ഷൂട്ടിംഗ് വന്നിട്ടില്ല കേട്ടോ. കാരണം പകല് മുഴുവൻ ഹെക്ടിക് ഷൂട്ടിംഗ്, നൈറ്റ് 9 മണിക്ക് ഷൂട്ടിംഗ്, അത് കഴിഞ്ഞ് ഫുട്ബോൾ മാച്ച്, അത് കഴിഞ്ഞ് വീണ്ടും കാലത്ത് ഷിഫ്റ്റ് അടുത്ത. എന്നാലും ആ ഒരു ടീം അങ്ങനെ എൻജോയ് ചെയ്ത് വളരെ ടൈറ്റ് പാക്ഡ് ആയിട്ട്. ഇപ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കമ്പന്തേനി പോലുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര ചൂടും കൊടുങ്കാറ്റുള്ള സ്ഥലങ്ങളിലായിരുന്നു. ആ സ്ഥലത്ത് പോലും നിഷ അഗർവാളിന് ഫാനും പിടിച്ചുകൊണ്ട് മേക്കപ്പ് മാൻ വരുമായിരുന്നു. അപ്പോൾ ജോണി പറയും കൊടുങ്കാറ്റിനടക്കാണോ ഫാനും കൊണ്ട് വരുന്നത്, ഓടിപ്പോടാന്ന് പറഞ്ഞാൽ ഓടിച്ചു പറയും. ആ ഒരു ഏരിയ നമുക്ക് ചൂട് കാരണം നമ്മൾ ഇറിറ്റേറ്റഡ് ആയിരുന്നു പല ഏരിയകളും. കൽക്കട്ടയിലാണെങ്കിൽ അവിടുത്തെ ഒരു ദിവസം ഭയങ്കര ചൂടായിരുന്നു, പിറ്റേ ദിവസം ഒടുക്കത്തെ മഴയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ പോലും ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഫൺ പോകാതെ, കാരണം ഇത് ഹ്യൂമറിലൂടെ പറഞ്ഞു പോകുന്ന സിനിമ ആയതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരാതെ ഇറിറ്റേറ്റഡ് ആവുന്നത്. ഇതിപ്പോൾ തമാശയല്ല, ഒരു സീരിയസ് സിനിമയാണ് നമ്മൾ ഷൂട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യവും, കാരണം നമുക്കൊരു 2 ദിവസം കണ്ട് നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. ഇത് തമാശയായതുകൊണ്ട് നമ്മൾ ചിരിച്ച് കളിച്ച് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവരും നമ്മളൊരു സൗഹൃദമുണ്ട്. എല്ലാവരും ഈ ഭയ്യ ഭയ്യ എന്ന സിനിമയുടെ പേര് പോലെ തന്നെ പരസ്പരം അങ്ങോട്ട് ഭയ്യ ഭയ്യ ലൈനിൽ തന്നെയാണ് സഹകരിച്ചതും ത്രൂ ഔട്ട് ആ ഫിലിം ട്രാവൽ ചെയ്തതും എൻജോയ് ചെയ്തതും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ശരിക്കും സിനിമയിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിയേറ്ററിൽ വരുന്ന ഇതാണ് അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മളെടുത്ത എഫേർട്ടിന് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമാണ്. ഈ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുമ്പം നിഷ അഗർവാൾ ആയിരുന്നു നായിക. കൊള്ളാം, ഒരു ഹിന്ദിക്കാരി കാണാൻ കൊള്ളാം, കാജൽ അഗർവാളിൻ്റെ സിസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഷോട്ടിൽ പോലും എനിക്കതിനെ കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ അവസരം തന്നിട്ടില്ല. അത് ഇവനെ കുളിപ്പിക്കേണ്ട അവസ്ഥ വരെ ഉമ്മ കൊടുക്കണം, കെട്ടിപ്പിടിക്കണം, കുളിപ്പിക്കുക എല്ലാം നടക്കും. നമ്മൾ ഏതോ കോളേജിൽ ഷൂട്ട് ചെയ്തപ്പോൾ ആൾക്കാർ ചിരിച്ചില്ലേ, നമ്മൾ
ഇപ്പുറത്ത് നായികയായിരിക്കും, പക്ഷെ ഉമ്മ തന്നെ എൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അത് നീ അതൊന്ന് മാറ്റി പിടിക്കണം അല്ലേ? അടുത്തതിൽ ഉമ്മയല്ലോ ഓടുന്നത്ര ഓടണ്ട. അതെ.